ഹലോ വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ദോശ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹിജാബ് ഓർഗനൈസിങ്ങും ഹിജാബ് കളക്ഷൻസും കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. അതുകൊണ്ട് വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ആദ്യം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് റെസിപ്പിയാണ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു ദോശ റെസിപ്പിയാണ്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പുളിപ്പിക്കാനൊന്നും വെക്കാണ്ട് വെറും 5 മിനിറ്റിനൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ദോശ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നുറുക്ക് ഗോതമ്പാണ്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ബ്രോക്കൺ വീറ്റിൽ നിന്നായിരിക്കും ഇവിടെ പാക്കറ്റിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് തന്നെയാണ് നുറുക്ക് ഗോതമ്പ്. അപ്പോൾ ഞാനത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കപ്പ് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മെഷറിംഗ് കപ്പിൽ 250 ml മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, നിറയെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. നല്ലോണം കഴുകിയെടുക്കണം കേട്ടോ. ഇത് ഞാൻ കുറച്ച് മുമ്പ് വാങ്ങിച്ചു വെച്ചതായിരുന്നു. ഞാൻ കിച്ചടി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചതായിരുന്നു. അപ്പോൾ അത് ഒരുപാടൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ മടുപ്പ് വരുമല്ലോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ദോശയാണ് ഉണ്ടാക്കാറ് അത് വെച്ചിട്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. ഞാനിപ്പോൾ ഇത് തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് രാവിലെയാണ് ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് വൈകിട്ടൊക്കെ ഉണ്ടാക്കണമെന്നാണെങ്കിൽ ഒരു 1-2 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതിയാവും. നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. അപ്പം 2 മണിക്കൂർ കൊണ്ടൊക്കെ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാനിപ്പോൾ തലേ ദിവസം രാത്രി സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പം രാവിലെ ആകുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തോടെ തന്നെ നമുക്ക് ഇതുപോലെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അരച്ചെടുക്കാൻ നേരം ഒരുപാട് വെള്ളം വീണ്ടും ഉണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഒരുപാട് വെള്ളം പാടില്ല നമുക്കിത് അരച്ചെടുക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഏത് ചോറാണ് യൂസ് ചെയ്യുന്നത് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചെരുവിയതും, പിന്നെ 1/4 കപ്പ് അവിൽ വെള്ള അവിലെടുക്കാം, അതുപോലെ ചുവന്ന അവിലെടുക്കാം. അവിൽ കുതിർത്തൊന്നും വെക്കേണ്ട, നേരെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് നല്ല പുളിയുള്ള തൈരാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത്. കാരണം എൻ്റെ അടുത്ത് ഫാമിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആ തൈരുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് ചേർത്തുള്ളത്. അപ്പോൾ 1/4 കപ്പേ ചേർത്തുള്ളൂ. അപ്പോൾ 1/4 കപ്പ് തൈരും 1/4 കപ്പ് വെള്ളമാണ് ചേർത്തുള്ളത്. നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈരാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് തൈര് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുക, നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഇത്ര മാത്രമേ ചേർത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ പരുവെന്ന് പറയുമ്പം ഈ ഒരു പരുവാണ് വേണ്ടത്, ഞാൻ കാണിക്കാം. അപ്പോൾ വല്ലാണ്ട് കട്ടിയും പാടില്ല, എന്നാൽ വല്ലാണ്ട് ലൂസാവാനും പാടില്ല. അപ്പോൾ നമ്മൾ കുതിർത്ത് വെക്കുമ്പം ഒരുപാട് വെള്ളത്തിൽ കുതിർത്ത് വെക്കരുത്, അതിന് പാകത്തിനുള്ള വെള്ളം മാത്രം എടുത്താൽ മതി. അപ്പം ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാകും, ഒരുപാട് നല്ല പുളിയല്ല, ഒരു പാകത്തിനുള്ള പുളിയാണ്. അപ്പോൾ ഇതിലേക്ക് തൈര് നിർബന്ധമാണ്, കാരണം നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഉപ്പ് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കാനുള്ളത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത്. പിന്നെ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ നിർബന്ധമായിട്ടും ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തൈരും ബേക്കിംഗ് സോഡയും കൂടി ഒരുമിച്ച് ചേർത്താലേ ഈ ഒരു റിയാക്ഷനൊക്കെ നടന്നിട്ട് നമ്മുടെ ദോശ നല്ല സോഫ്റ്റൊക്കെ ആവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തൈര് സ്കിപ്പ് ചെയ്യരുത്, അതുപോലെ ബേക്കിംഗ് സോഡയും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ പാൻ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ നല്ലോണം ഇത് നല്ലൊരു ഇതിൽ കിട്ടും. നമ്മൾ ഭയങ്കര പുതിയ പാനൊക്കെ ഉണ്ടാവില്ലേ നോൺ സ്റ്റിക്കിൻ്റെ, അതിൽ നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ വേറൊരു ടെക്സ്ചറാണ് വരില്ല. പക്ഷേ ഇതുപോലെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്തിട്ടുള്ള പഴങ്ങിയിട്ടുള്ള ദോശച്ചട്ടിയിൽ നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ നല്ലൊരു ടെക്സ്ചറിലായിരിക്കും ഇത് കിട്ടുന്നത്. ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഇതുപോലെ പാന് നല്ലോണം ചൂടായിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ പാനൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ ഒക്കെ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ച പടനെ ഇതുപോലെ മുകളിൽ ഇങ്ങനെ ഹോൾസൊക്കെ വരും.
എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാവും, ഒരുപാട് നേരം ഒന്നും വെക്കണ്ട. അപ്പോൾ നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. നല്ലൊരു ടേസ്റ്റാണ്. ഗോതമ്പിൻ്റെ ആ ഒരു ടേസ്റ്റോ അങ്ങനെ ഒന്നുമില്ല, നല്ലൊരു ടേസ്റ്റാണ് വരിക. അപ്പം മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. സെറ്റ് ആവാണ്ട് തിരിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ തിരിച്ചിട്ട് കൊടുത്ത പാടം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരുപാട് നേരം തിരിച്ചിട്ട് വെക്കരുത്, അപ്പോൾ വരുമ്പം മുകൾ ഭാഗം ഭയങ്കരമായിട്ട് ക്രിസ്പായിട്ട് വരും. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ തിരിച്ചിടുന്ന സമയത്ത് നമ്മുടെ പാനിൽ ഓയിൽ ഉണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓയിലില്ലെങ്കിൽ പിന്നെ അടിയിൽ ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാനിൽ. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ, അല്ലാണ്ട് തിരിച്ചിട്ട് കൊടുക്കരുത്. പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാൻ തന്നെയാണ് നല്ലത്. പിന്നെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയൊക്കെയാണ് ഇതിൽ വേണ്ടതെന്നുള്ളത്. അപ്പോൾ രണ്ടാമതൊക്കെ ഉണ്ടാക്കുമ്പം ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കി നോക്കുക. ആദ്യം തന്നെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പം അടിയിലൊട്ടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ നുറുക്ക് ഗോതമ്പ് വെച്ചുള്ള ദോശയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നുറുക്ക് ഗോതമ്പ് സോക്കായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ദോശ റെസിപ്പി ആകും ഇത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പേർക്ക് നുറുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അരിപ്പൊടിയൊന്നും യൂസ് ചെയ്യാണ്ട്, അരി ചേർക്കാത്ത, നമ്മൾ ചോറ് കുറച്ച് ചേർത്തിട്ടുണ്ട്, എന്നാലും കൂടുതലായിട്ടും ഗോതമ്പ് നുറുക്കാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. പിന്നെ ബേക്കിംഗ് സോഡയൊക്കെ നമ്മൾ കുറച്ച് മാത്രമല്ല ചേർക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള ഉറപ്പാണ്. ഞാൻ മുമ്പത്തെ വ്ളോഗിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ദോശയിൽ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു പരീക്ഷണമാണത്. അപ്പം എന്തായാലും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. പിന്നെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മീൻ കറി, ചിക്കൻ കറി, ബീഫ് കറി അതൊക്കെ തന്നെയാണ്. പിന്നെ മുട്ടക്കറി, അങ്ങനെ എന്തെങ്കിലും കറികൾ വേണം കേട്ടോ. ഇങ്ങനത്തെ പ്രത്യേകിച്ച് നമ്മൾ ഗോതമ്പ് റെസിപ്പീസൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ എങ്ങനെയായാലും കറി വേണം. കറി ഇല്ലെങ്കിൽ അങ്ങനെ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പം ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ അതുപോലെ മുട്ടക്കറി ആയാലും തക്കാളിക്കറി ആയാലും ഒക്കെ എന്തെങ്കിലും ഒരു പുളിയുള്ളൊരു കറി മതി, അത്രയേ ഉള്ളൂ. അപ്പം എപ്പോഴും പറയുന്നതാണ്, വീണ്ടും പറയുവാണ്, നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ദോശ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാനിപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹിജാബിൻ്റെ കളക്ഷൻസും അതിൻ്റെ ഓർഗനൈസിങ്ങുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല, കാരണം ഹിജാബ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് കണ്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒറ്റയ്ക്കൊരു വ്ളോഗായിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ എനിക്കൊരു മടിയായതുകൊണ്ടാണ് ഞാൻ റെസിപ്പിയുടെ കൂടെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുത്തുള്ള ഹിജാബ് കളക്ഷൻസ്. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്നുണ്ടായ കളക്ഷൻസ് അല്ല. ഒരുപാട് നാളായിട്ട് ഞാൻ ഹിജാബ് യൂസ് ചെയ്യുന്ന ഒരാളാണല്ലോ, കുറേ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാലങ്ങളായിട്ട് ഉള്ള ഒരു കളക്ഷൻസ് ആട്ടോ. പിന്നെ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് പേര് എനിക്ക് ഇങ്ങനെ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് കൂടുതലായിട്ടുള്ളത് ഇങ്ങനെ പ്ലെയിൻ ഷോളുകളാണ്. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളതും അങ്ങനത്തെ ഷോളുകളാട്ടോ. അപ്പോൾ ഇത് ഒരുവിധം ഓൾമോസ്റ്റ് കുറേ കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതലും ഏകദേശം ഒരു ഷെയ്ഡാണ് ഉള്ളത്, ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടാവും. അത് എനിക്ക് ഫേവറേറ്റ് ആണ്, ബ്ലൂ കളർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും എടുക്കുന്നതിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്ലൂ ടച്ച് ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് റോസുമാണ് കേട്ടോ. റോസിന് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഹിജാബ്സൊക്കെ ഇതുപോലെ ഒരു ഓർഗനൈസർ വെച്ചിട്ടാണ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ആരുടെടുത്തെങ്കിലും ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിക്കാൻ നോക്കുക. ഓൺലൈൻ വഴിയൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടെ ഇത് 6 ദിറംസിന് ഞാൻ ഒരെണ്ണത്തിന് 6 ദിറംസിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. പല റേറ്റ് ഉണ്ട് കേട്ടോ, 10 ദിറംസിൻ്റെ 20 ദിറംസിൻ്റെ ഒക്കെ ഉണ്ട്. ഇതിന് 6 ദിറംസ് ആയിരുന്നു.
ഗിഫ്റ്റ് ഷോപ്പുകളിലൊക്കെ ഉണ്ടാകും. ഇങ്ങനെ ഷോൾ ഓർഗനൈസറിന് കാണിച്ചു കൊടുത്താൽ മതിയാകും. അപ്പം ഈ ഒരുപാട് ഹിജാബുകളൊക്കെ ഉള്ളവർക്ക് നമ്മളിങ്ങനെ അത് അടുക്കി പെറുക്കി വെച്ചാൽ തന്നെ നമ്മൾ താഴെടുക്കുമ്പോൾ മുകളിലുള്ളത് വീണ് പോകും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ മാച്ചിങ് കളർ കിട്ടാനൊക്കെ ഇതുപോലെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഹിജാബ് ഇതുപോലത്തെ 3 കളേഴ്സാണുള്ളത്. 3ഉം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് തന്നെയാണ്. ഞാൻ ആദ്യം ഇത് കാണുമ്പോൾ ഒന്നും വാങ്ങിക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അത് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലായത്. നല്ല വൃത്തിയിൽ കിടക്കും. അതുപോലത്തെ നല്ല തലയിലൊക്കെ നിൽക്കുന്ന നല്ലൊരു തുണിയാണത്. ഇതിൻ്റെ 3 കളേഴ്സാണ്. 3ഉം എനിക്ക് ഗിഫ്റ്റ് വന്നത് തന്നെയാണ്. 3ഉം ഡിഫറെൻ്റ് ആളുകളാണ് ഗിഫ്റ്റ് അയച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആരൊക്കെയാണെന്ന് അയച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹിജാബ്സൊക്കെ അയച്ചു തന്നവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് കമൻ്റായിട്ട് ഇടാം. എല്ലാവരുടെയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അവരുടെയൊക്കെ ഇൻസ്റ്റ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെയൊക്കെ ഇടാം പിന്നീട് കമൻ്റായിട്ട്. പിന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷോളാണ്, ഹിജാബാണ്. നല്ല നീളമുണ്ട്, നല്ല വീതിയുണ്ട്, നല്ല തുണിയുമാണ്. ബ്ലാക്കിലായതുകൊണ്ട് നമുക്ക് അബായയുടെ കൂടെയൊക്കെ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ എനിക്ക് മുമ്പേ എൻ്റെ അടുത്തുള്ള ഹിജാബുകളാണ്. എവിടെ നിന്നൊക്കെ വാങ്ങിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചതന്നെയാണ്. ഇത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഒരു ഹിജാബ് നാട്ടിൽ നിന്ന് വാങ്ങിച്ചത് 1-2 മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തം ഇവിടുന്ന് വാങ്ങിച്ചതും ഇവിടുന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയതുമാണ്. പിന്നെ ഇത് നീളം അധികം ഇല്ല. ഇതിപ്പോൾ റീനു ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ചുരിദാറിലേക്കും അതുപോലെ വേറെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇടുമ്പം അബായ അല്ലാത്ത വേറെ എന്തെങ്കിലും ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ യൂസ്ഫുള്ളാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഷോളാണ്. ഇതും നല്ല നീളവും വീതിയൊക്കെ ഉണ്ട്. മാഷാ അല്ലാ, സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അടുത്തൊന്നും ഹിജാബുകൾ വാങ്ങിച്ചിട്ടില്ല. കുറേ മുമ്പ് വാങ്ങിച്ചാണ്. ഇപ്പോൾ അടുത്തൊക്കെ എനിക്ക് ഒരുപാട് ഹിജാബുകൾ ഗിഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അയച്ചവർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഹിജാബുകൾ തന്നെയായിരുന്നു എല്ലാതും. അപ്പോൾ ഞാനിത് പെട്ടെന്ന് കാണിക്കുക. ഒരുപാട് നമ്മൾ ഈ വീഡിയോ ലെങ്തി ആക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ഒരുപാട് വേറെ വ്യൂവേഴ്സിന് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നില്ല. പിന്നെ ഈ ഹിജാബുകളുടെ അങ്ങനെ ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും. ഞാൻ ഹിജാബുകൾ യൂസ് ചെയ്യുന്നതെന്നുള്ളൂ. അതിൻ്റെ തുണി, അതിൻ്റെ ക്വാളിറ്റി അതൊന്നും എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. അപ്പോൾ അത് ദയവായിട്ട് ചോദിക്കരുത്. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഹിജാബാണ്. ഞാൻ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളൊരു ഹിജാബാണ്. ഇത് പിന്നെ ചെറുതാണ്. ഇതൊക്കെ ഇപ്പോൾ റീനു ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ തന്നെയാണ്. പക്ഷേ നമ്മൾ ചുരിദാറിലേക്കൊക്കെ ഇടാൻ പറ്റുന്ന ഹിജാബുകളാണ്. വേറെ ഷോൾ ഉണ്ടാവുമല്ലോ ചുരിദാറിലേക്ക്, അപ്പോൾ കുഴപ്പമില്ല. ഇതിപ്പോൾ എനിക്ക് അടുത്ത് ഗിഫ്റ്റായിട്ട് വന്നിട്ടുള്ള ഹിജാബാണ്. പിന്നെ ഈ ഒരു ഹിജാബ് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് വെൽവെറ്റാണ് തുണി. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഹിജാബായിരിക്കും അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ബ്ലാക്കിൽ 2 മാത്രമേ ഉള്ളൂ പ്ലെയിനായിട്ട്. അപ്പം ഫസ്റ്റ് കാണിച്ച ഹിജാബ് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വൃത്തി തന്നെ കിടക്കും തലയിലിട്ടാൽ. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ഹിജാബാണിത്. എനിക്കിഷ്ടപ്പെട്ട കളറായതുകൊണ്ട് ഞാൻ കൂടുതലും ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്.
അപ്പോൾ ഇത്രയാണ് എൻ്റെ അടുത്തുള്ള ഹിജാബുകൾ. അപ്പം ഇതുപോലെ 2 ഓർഗനൈസറിലാണ് ഞാനിപ്പം ഈ ഹിജാബുകളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ ഞാനിപ്പോൾ കാണിച്ചതൊക്കെ ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഹിജാബുകളാണ്. പിന്നെ ചിലത് എന്താ പറയുക, നമ്മൾ മോഡലിൽ പോയതൊക്കെ ഉണ്ടാവില്ലേ ഹിജാബുകൾ, അതുപോലത്തെ കുറച്ച് വേറെയുണ്ട്. അപ്പം അത് പിന്നെ നമ്മൾ വീട്ടിലിടാനും അതുപോലെ തന്നെ ചിലത് ചെറുതൊക്കെ ആയിട്ടുണ്ടാവും, അധികം നീളമില്ലാത്തതുകൊണ്ട് നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റാത്ത ഹിജാബുകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ വീട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പുറത്തേക്ക് പോകുമ്പം യൂസ് ചെയ്യുന്ന ഹിജാബുകളാണ്. അപ്പോൾ ഇതുപോലെ ഓർഗനൈസർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നായിരിക്കും പുറത്തൊക്കെ പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അബായ ഇട്ട ശേഷം മാച്ചിങ് ആയിട്ട് നമുക്ക് അബായ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ട ശേഷം മാച്ചിങ് ആയിട്ടുള്ള ഹിജാബ് കിട്ടണമെങ്കിൽ ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ ഞാൻ കണ്ടത്. ഞാൻ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു. പല ഹിജാബും പലയിടത്തായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഹിജാബ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും മസ്റ്റായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേണ്ട ഒരു സാധനമാണ് ഈ ഒരു ഷോൾ ഓർഗനൈസർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഹിജാബിൻ്റെ കളക്ഷൻസും ഓർഗനൈസിങ്ങും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ടോ വ്ളോഗുമായിട്ടോ ഒക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.